ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ മോട്ടോർ സൈക്ലിംഗ് ചരിത്രത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവായ യമഹ RD350യുടെ ഒരു റൈഡിംഗ് ഇംപ്രഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RD350 ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പെർഫോമൻസ് ബൈക്ക്. 1983 മുതൽ 1989 വരെയാണ് ഇന്ത്യയിൽ ഇത് പ്രൊഡക്ഷനിലുണ്ടായിരുന്നത്. ഇത് രാജ്ദൂത് എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നത്. ജപ്പാനിൽ 1973 മുതൽ 75 വരെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന യമഹ RD350B എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ ലൈസൻസ്ഡ് കോപ്പിയായിട്ടാണ് ഇത് ഇന്ത്യയിൽ വന്നത്. ജപ്പാനിൽ ഇത് ഹൈ എമിഷൻ കാരണം 75-ൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത വണ്ടിയായിരുന്നെങ്കിലും 10 വർഷത്തിന് ശേഷം ഇത് ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ തന്നെയായിരുന്നു. ഇതിനൊരു 347cc പാരലൽ ട്വിൻ എയർ കൂൾഡ് 2 സ്ട്രോക്ക് എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. ജപ്പാനിലെ ഒറിജിനൽ RD350B 39 bhp ആണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇറക്കിയപ്പോഴത്തേക്കും പവർ കുറച്ച് 30 bhp ആയിട്ടാണ് ഇന്ത്യയിൽ ഇറക്കിയത്. 85 ആയപ്പോഴത്തേക്കും വീണ്ടും പവർ കുറച്ച് 27 bhp ആക്കി ഇന്ത്യയിൽ ഇറക്കി. 30 bhp വെർഷനെ ഹൈ ടോർക്ക് എന്നും 27 bhp വെർഷനെ ലോ ടോർക്ക് എന്നുമാണ് ഇന്ത്യയിൽ വിളിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ബൈക്ക്, ടാക്കോമീറ്ററുള്ള ആദ്യത്തെ ബൈക്ക്, സ്പീഡോമീറ്ററിൽ 200 വരെ മാർക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബൈക്ക്, ഓട്ടോ ലൂപ്പ് സിസ്റ്റം വന്ന ആദ്യത്തെ ബൈക്ക്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്ന ബൈക്കാണ് RD350. ഇത്രയൊക്കെ പ്രത്യേകതകളും ഇത്രയും നല്ലൊരു ബൈക്കായിരുന്നെങ്കിലും RD350 ഇന്ത്യയിൽ യമഹയ്ക്ക് ഒരു സെയിൽസ് സക്സസ് അല്ലായിരുന്നു. 7 വർഷം കൊണ്ട് ആകെ 7000 യൂണിറ്റ്സ് മാത്രമാണ് ഇന്ത്യയിൽ RD350 വിറ്റിട്ടുള്ളത്. ഇതിൻ്റെ വിൽപ്പന കുറയാനുള്ള പ്രധാന കാരണങ്ങൾ ഇതിൻ്റെ ഉയർന്ന വില, ഇതിൻ്റെ കുറഞ്ഞ മൈലേജ്, ഇതിൻ്റെ സേഫ്റ്റിയുടെ അഭാവം, ഇത് സർവീസ് ചെയ്യാനുള്ള ട്രെയിൻഡ് ടെക്നീഷ്യൻസിൻ്റെ അഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ RD350 ഒരു വലിയ സക്സസ് ആവാതെ പോയത്. ഇതിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 1983 ഇറങ്ങുമ്പോഴത്തേക്കും 18,000 രൂപയോളമായിരുന്നു ഇതിൻ്റെ വില. ഡിസ്കണ്ടിന്യൂ ചെയ്ത സമയമാകുമ്പോഴത്തേക്കും ഏകദേശം 30,000 രൂപയോളമായിരുന്നു ഇതിൻ്റെ വില. പക്ഷേ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു യൂസ്ഡ് RD350 വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 ലക്ഷം രൂപയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ബേസ് പ്രൈസ് ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച്. ഇന്ത്യയിലെ 2 സ്ട്രോക്ക് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം RD350യേക്കാളും വലിയൊരു വിഗ്രഹം അവർക്കില്ല. ഈവൻ ഞാൻ ഉപയോഗിക്കുന്ന RX100ൻ്റെ സ്റ്റിക്കറിങ്ങും ഹാൻഡിൽ ബാറും എല്ലാം RD350 ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇന്ത്യൻ 2 സ്ട്രോക്ക് ഫാൻസിൻ്റെ ഒരു ആരാധനാപാത്രമാണ് ഈ ഒരു ബൈക്ക്. അപ്പോൾ എന്നെപ്പോലൊരു 2 സ്ട്രോക്ക് ഫാനിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അടുത്ത് നിന്ന് ഇതിനെ ഇങ്ങനെ അഡ്മയർ ചെയ്യുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോഴാണ് ഇത് ഓടിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ആദ്യമായിട്ട് RD350 കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കാര്യങ്ങളെന്ന് വെച്ചാൽ RX100 കാഴ്ചയിൽ സാമ്യമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും RX-നേക്കാളും കുറച്ചുകൂടെ വലിയൊരു ബൈക്കാണ് RD350. പ്രത്യേകിച്ച് ഇതിൻ്റെ ടാങ്ക് വലുതാണ്. 16 ലിറ്റർ ഫ്യൂൽ ടാങ്കാണ് RD350ക്ക് വരുന്നത്. RD350ക്ക് സ്റ്റോക്ക് വരുന്ന ഫ്രണ്ട് ടയർ എന്ന് പറഞ്ഞാൽ RX100ന് സ്റ്റോക്ക് വരുന്ന ബാക്ക് ടയറിനേക്കാളും വലുതാണ്. RXന് ഫ്രണ്ടിൽ 2.5 ഇഞ്ച് ടയറാണ് വരുന്നത്, ബാക്കിൽ 2.25 ഇഞ്ച്. RDക്ക് ഫ്രണ്ടിൽ 3 ഇഞ്ച്, ബാക്കിൽ 3.5 ഇഞ്ച് ടയറാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ RXന് ഒരെണ്ണമുള്ള പല കാര്യങ്ങളും RDക്ക് 2 വീതമുണ്ട്. എന്ന് വെച്ചാൽ 2 സിലിണ്ടർ എഞ്ചിൻ, 2 എക്സോസ്റ്റ് പൈപ്പ്, 2 സ്പാർക്ക് പ്ലഗ്, 2 കാർബറേറ്റർ, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ലോ ടോർക്ക് വെർഷനാണ്, പക്ഷേ ഇതിൻ്റെ സൈലൻസർ ഹൈ ടോർക്കിൻ്റെ സൈലൻസറാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിക്ക്. പിന്നെ RD350ക്ക് വന്നിരുന്ന ഒറിജിനൽ സ്വിച്ച് ഗിയർ എന്ന് പറഞ്ഞാൽ പഴയ സ്റ്റൈല്, ഇപ്പോൾ മീറ്റിയോറിനും 100-നൊക്കെ വരുന്ന ടൈപ്പ് ആ സ്വിച്ച് ഗിയറാണ് RD350ക്ക് ഒറിജിനലായിട്ട് വന്നിരുന്നത്. ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയ ഒരവസരമാണെങ്കിലും ഇത് ഓടിക്കാൻ നേരത്ത് ഇതിന് മുകളിൽ കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്താൻ ശ്രമിച്ച്. ഇത് പണ്ടത്തെ കാലത്തൊരു ലെജൻഡറി മോട്ടോർ സൈക്കിളായിരുന്നു. നമ്മളിപ്പം ഇതിനേക്കാളും പവർ കൂടിയ മോട്ടോർ സൈക്കിൾസൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര പെർഫോമൻസൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട എന്നൊക്കെ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിട്ട് ആണ് ഞാൻ ഓടിക്കാനായിട്ട് തുടങ്ങിയത്. ആദ്യം ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ച്, എന്ന് വെച്ചാൽ RX100 ഞാൻ എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കൈ കൊടുത്താണ് എടുക്കാറുള്ളത്. അപ്പം അത്രയും ത്രോട്ടിൽ കൊടുത്ത് ഞാൻ RD350 എടുത്തെന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ചൊരു മിസ്റ്റേക്ക്. RX100 ത്രോട്ടിൽ കൊടുത്ത് എടുക്കുന്ന പോലെ RD350 അത്രയും ത്രോട്ടിൽ കൊടുത്ത് എടുത്തപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു വീലി ആയതുപോലെ വണ്ടി ചാടി ആണ് പോയത്. അതൊരു മണ്ടത്തരമായിരുന്നു ഞാൻ കാണിച്ചത്. RXന് കൊടുക്കുന്ന പോലെ ത്രോട്ടിൽ കൊടുത്ത് RD എടുത്തപ്പോഴത്തേക്കും RDയുടെ ഇൻഷ്യൽ എന്ന് പറഞ്ഞാൽ RXനേക്കാളും
ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു, ഒരു പേടി. ഇത്രയും പവർ ഉണ്ടായിരുന്ന ഇതിന് എന്നുള്ളൊരു തോന്നൽ. എന്നിട്ട് എനിക്ക് ത്രോട്ടിൽ പതുക്കെ ഫീഡ് ചെയ്ത് ഓടിച്ച്. അപ്പോൾ എനിക്ക് വളരെ എൻജോയബിളായിട്ട് RD350 ഓടിക്കാൻ പറ്റി. RD ഓടിച്ചപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് RX പോലെ നമുക്ക് പെട്ടെന്ന് 4 ഗിയർ മാറിയിട്ട് പതുക്കെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ RDയിൽ പറ്റില്ല. പ്രത്യേകിച്ച് RD എന്ന് പറഞ്ഞാൽ RXനേക്കാളും ഒരു 3 ഇരട്ടി പവർ കൂടുതലുണ്ട്. RDയിൽ ഓരോ ഗിയറിനും അതിൻ്റേതായ സ്പീഡുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റൂ. അല്ലാതെ RX പോലെ നമുക്ക് വലിയ ഗിയറിൽ ചെറിയ സ്പീഡിൽ ഓടിക്കുന്ന കാര്യം RDയിൽ പാടാണ്. പിന്നെ ഇതിൻ്റെ ടയറുകളൊക്കെ വളരെ വലുതായതുകൊണ്ട് RXനേക്കാളും ഇതിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ RD ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. RDയുടെ ഈ ഒരു മുരൾച്ച പോലൊരു സൗണ്ടും, ഈ സൗണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ നമുക്ക് ഈ റോഡിൽ നിന്ന് കിട്ടുന്ന ഒരു അറ്റൻഷൻ RXനേക്കാളും ഒരു മിനിമം ഒരു 5 ഇരട്ടി കൂടുതൽ അറ്റൻഷനെങ്കിലും നമുക്ക് റോഡിൽ നിന്ന് കിട്ടും RD ഓടിക്കുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ഉള്ളിലൊരു ഫീലിംഗ്, നമ്മൾ RD ആണ് ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ്. ഇതൊക്കെയാണ് RD ഓടിക്കുമ്പോൾ ഉള്ളൊരു സ്പെഷ്യൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ റോഡ്സിൽ വേറെ ഒരു ബൈക്ക് ഓടിച്ചാലും കിട്ടാത്തൊരു ഫീലിംഗ് തന്നെയാണ് രാജാവിനെ നമ്മൾ ഓടിക്കുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും ഓടിച്ചില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഒഫീഷ്യൽ പെർഫോമൻസ് നമ്പേഴ്സ് പറയുകയാണെങ്കിൽ ഇതിന് 100 എത്താൻ 7 സെക്കൻഡും പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 170 താഴെയും ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലാവുന്നത്. 44 വർഷം മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തൊരു ബൈക്കിൻ്റെ പെർഫോമൻസ് നമ്പേഴ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യാൻ ഒരു മാസ് മാർക്കറ്റായിട്ടുള്ള ഒരു ഇന്ത്യൻ ബൈക്കിന് 30 വർഷം വേണ്ടി വന്നു. ഡ്യൂക്ക് 390 2013 ഇറങ്ങിയപ്പോഴാണ് ഈ പെർഫോമൻസ് നമ്പേഴ്സിനൊരു വെല്ലുവിളി ഉയർത്താൻ പിന്നെ ഒരു ഇന്ത്യൻ ബൈക്കിന് കഴിഞ്ഞത്. ഒരു സിമിലർ എൻജിൻ കപ്പാസിറ്റിയും ഒക്കെ ഉള്ള ഇന്ത്യൻ ബൈക്കിന് ഈ ഒരു നമ്പേഴ്സിന് വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞത്. അപ്പോൾ അതാണ് RD350യുടെ ഒരു മഹത്വം. ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയായിരുന്നു RD350 ഓടിച്ചത്. പിന്നെ ഇതിൻ്റെ 3 ലക്ഷം രൂപ ആസ്കിങ് പ്രൈസ്, വണ്ടിയുടെ ഒരു ചരിത്രവും പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്ങും എല്ലാം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ഇറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ് ബിയോണ്ട് ദ സം ടോട്ടൽ ഓഫ് ഇറ്റ്സ് പാർട്സ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.